ഇത് മുണ്ടക്കൈ പള്ളി. ഇതാ ഈ ഭാഗത്ത് ഇവിടെയൊക്കെ വീടുകളായിരുന്നു എന്നാണ് പറയുന്നത്. ടൗൺഷിപ്പ് വരെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ റൗണ്ടിൽ കംപ്ലീറ്റ് വീടുകളായിരുന്നു. ഇതിപ്പോൾ മുണ്ടക്കൈ പള്ളിയാണ്. ആ പാലത്തിൻ്റെ വെള്ളത്തിലൊഴുകി പോകുന്നതാണ് ഇപ്പം. ഇതിപ്പോൾ ഒരു 4 ടൺ 5 ടൺ ഉണ്ടാവില്ലേ? 5 ടണ്ണൊന്നും പോരാതില്ലേ? ഒരു 10-15 ടണ്ണ് 10-20 ടൺ ഉണ്ടാവും. ഇതാ അടിക്കൊക്കെ ഉണ്ടേ. പാലത്തിൻ്റെ ഒരു അവശിഷ്ടമാണ്. അപ്പുറത്തുനിന്ന് ഒഴുകി വന്നതാണിത്. അവിടെ മയ്യത്ത് ഇവിടെ തന്നെ ഇട്ടില്ലേ? ഇമാമ് മരിച്ചു കിടന്നിരുന്ന റൂമ് അവിടെ ചളി കയറിയിട്ടുണ്ട്. ഒത്തിരി മണ്ണുണ്ടോ? ഇതൊക്കെ ഫുൾ ക്ലീൻ ആക്കിയാണ്. ചളിയൊക്കെ മുണ്ടക്കൈയിലെ ദുരന്ത ഭൂമിയിലെ പള്ളി. അതൊക്കെ ചെമ്പും ചരപ്പൊക്കെ. 280 വീടുകളുണ്ടായിരുന്ന മഹല്ലാണ് ഇത്. അപ്പോൾ ആ 280 വീടുകളിൽ എല്ലാവരും ബാധിച്ചിട്ടുണ്ടാവും അല്ലേ നജീബ്ക്ക? 280 വീടും ബാധിച്ചു. എണ്ണം എത്രയാന്നുള്ളത് അവിടെ എവിടെയെങ്കിലും തടഞ്ഞു നിന്നതാവും. എന്താ പാലത്തിൻ്റെ അതൊക്കെ വെള്ളത്തിൽ കൊണ്ട് ഒലിച്ചു പോകുന്നത്. പിന്നെ ഇപ്പോൾ അവിടെ ഉണ്ടപ്പോൾ ഈ മനുഷ്യൻ നിൽക്കണു നുറുങ്ങി പോരൂല്ലേ. അന്ന് ഈ ഉസ്താദ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അതിന് കുറേ ദിവസം ഒപ്പുണ്ടായ ആളെന്തായത് മൂപ്പര് പറഞ്ഞ് പിന്നെ നിങ്ങൾ പോയിക്കോളി, ഞാൻ അവിടെ നിന്നോളാം. മൂപ്പര് പറഞ്ഞാഴ്ച അത് ലാസ്റ്റത്തെ അത് ഏഴസ്കാരം കഴിഞ്ഞിട്ടാണ് മൂപ്പര് പറഞ്ഞത്. മഴ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു അല്ലേ? മഴ ഉണ്ടായിരുന്നു. മഴ അന്നത്തെ ദിവസം കുറവായിരുന്നു. ഈ ദുരന്തം നടക്കണമെന്ന് മഴ കുറവാണ്. അതല്ലേ ഇവിടുന്ന് നോക്കി അവിടുന്ന് അങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ സമയത്ത് വീട്ടിൽ അല്ല, ഞങ്ങള് ആ ടൈമിന് പിന്നെ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ട് എന്ത് അതൊക്കെ വെള്ളം കയറിയിട്ട് നമ്മൾ വിളിച്ചു പറഞ്ഞ അമ്മോനെ അപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ എന്താക്കി ചൂരമല വന്നിട്ടാണല്ലോ. ഈ പള്ളി ഒരു ചരിത്രം പിടിച്ചൊരു പള്ളിയാണ്. അതായത് അന്നത്തെ കാലത്ത് JCB കാര്യങ്ങളൊന്നുമില്ലല്ലോ. കംപ്ലീറ്റ് നമ്മളെ ഇവിടുത്തെ എസ്റ്റേറ്റിലത്തെ തൊഴിലാളികൾ വന്നിട്ട് ഇടിച്ച് നമ്മളെ മുമ്പൊക്കെ പങ്കെടുത്ത ആളാണ്. ഇടിച്ചിട്ടിരുന്ന മണ്ണാണ്. ഈ പിന്തൊക്കെ ഫുള്ള് മാനുവലായിട്ട് അങ്ങനെ ഉണ്ടാക്കിയ പള്ളിയാണ്. കല്ലും മണലൊക്കെ ഏറ്റി കൊടുത്തിട്ട് ഉണ്ടാക്കിയൊരു പള്ളിയാണ്. പിന്നെ ഒന്ന് പുതുക്കി പണിത് അങ്ങനെ അത്ര നല്ല വലിയ പള്ളി. ഇതിന്റെ അതേ മേലക്കുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ എത്ര ഉണ്ടാവും ആൾക്കാർ? അത്ര വലിയ 280 മഹല്ല് വീടുകളെല്ലാം ഉണ്ട് പറയുമ്പോൾ അത്യാവശ്യം. ഇപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണ പള്ളിയിൽ 250-260 വീടുള്ളൂ. അത് പിന്നെ ടൗൺ ആയതുകൊണ്ട് കുറേ വീടുകളൊക്കെ മാറിപ്പോയതുകൊണ്ടാണ്. എസ്റ്റേറ്റ് പാടികള് ഒരു ലൈൻസിൽ 6 റൂമല്ലേ, അങ്ങനെ അതും ഒരു വീടായിട്ട് കണക്ക് ഓരോരോ വീടുകളായിട്ട്.
ആ ലൈൻസ് വേണേൽ നമുക്ക് പോകുമ്പോൾ കാണുന്നുണ്ട്. ഇതിന്റെ മേലെയുണ്ട്. ഈ ഇത് വന്നിട്ടാണ് ഇപ്പൊ ഈ പള്ളി നിറഞ്ഞതില്ലേ, ഇതും ആ കല്ലും. ആ കല്ല് ഇതിപ്പോ എവിടെ നിന്നാ പാലം? ഇതിന്റെ മേലോർത്തല്ലേ ഒഴുകി പോ നിൽക്കുകയാണ് ഒരു. ഈ കമ്പിന്റെ വണ്ണം നോക്കി. ആ അതാണ് 20 കമ്പ്ലീറ്റ് ഇട്ടാ ഇതിപ്പോ ഇങ്ങനെ കണക്കൂട്ടിയാൽ ശരിക്കും ഒരു 10 ടണ്ണിന്റെ മുകളിൽ ഉണ്ടാവും. 10 ആവൂല അല്ലേ? 10 10-20 ടണ്ണ്. പാലും പാലിന്റെ സൈഡ് പടവും എല്ലാം കൂടി പോകുന്നൊക്കെയാണ്. അതേമാതിരി തന്നെ ഒരു പിന്നെ ഇവിടെയുള്ള റിസോർട്ടും പിന്നെ അവന്റെ വീടും കാര്യങ്ങളൊക്കെ പോയി. ഇവിടെ ഇരുന്നു റിസോർട്ട് അല്ലേ? അലിന്ന് അറിയും. അലി അവന്റെ അനിയനും അവന്റെ ഫാമിലി മൊത്തം പോയി. 2 പേരെ ബാക്കിയായിട്ടുള്ളൂ. അലിന്റെ മോനും ഹംസുവിന്റെ മോളും എല്ലാവരും പോയി. ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു അല്ലേ? അവർക്ക് റിസോർട്ടൊന്നും പറ്റില്ല. കടയും പിന്നെ വീടും എല്ലാം കൂടി ഇവിടെ പതിനെ തൊട്ട് അവരൊക്കെ എവിടെ പോകും? മരിച്ചു. അല്ല രണ്ടാൾ ബാക്കി ഇപ്പൊ മേപ്പാടി അവരെ കുടുംബത്തില് ആണ് ഇപ്പൊ നിൽക്കുന്നത്. ഒരാളെ പിന്നെ സംസ്ഥാന അമ്മോശം കൊണ്ടുപോയി. അവരെ ജീപ്പാണത്. ഈ ജീപ്പ് അല്ലേ? കോഴിക്കോട് ബസ് ഉണ്ടായിരുന്നു ഇവിടുന്ന്. ഇവിടെ ഉണ്ടായിരുന്നില്ലേ? രാവിലെ 6:30ക്കും വൈകുന്നേരം 4:30ക്കും. ഇവിടുന്ന് മുണ്ടക്കൈന്ന്. അവിടെയാണ് എന്റെ അവിടെയാണ്. അങ്ങോട്ട് പോണക്കാ? എൻഡിലേക്ക് പോണോ? എൻഡിലേക്ക് പോണ്ടല്ലോ, വേണ്ടല്ലോ ലത്തീഫേ. പക്ഷേ പോണോ? നടന്നിട്ടോ? അല്ല വണ്ടിയിൽ പോണെങ്കിൽ പോവാ. പോയിട്ട് അവിടെ ആ ജംഗ്ഷനിൽ പോയിട്ട് തിരിച്ചിട്ട് ഇങ്ങനെ എന്നപ്പോൾ ഞാൻ ജംഗ്ഷനിൽ പോയി വരാം. ഇന്നിപ്പോൾ 22/4/2026 ബുധനാഴ്ച. ഇങ്ങോട്ട് ഇരിക്കണോ? മുന്നിൽ ഇരിക്കണോ?